Hi dear friends, welcome back to our channel Sheeja's vlog. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് പാവയ്ക്ക മസാല. എങ്ങനെയാണ് പാവയ്ക്ക ശർക്കര ചേർക്കാതെ കയ്പില്ലാതെ പാചകം ചെയ്യുന്നത് എന്ന് നോക്കാം. ആവശ്യമായ ഇൻഗ്രീഡിയൻസ്: ഒരു വലിയ പാവയ്ക്ക, ഒരു സവാള, 2 പച്ചമുളക്, ചെറിയൊരു കഷ്ണം ഇഞ്ചി, 2 അല്ലി വെളുത്തുള്ളി, കറിവേപ്പില, ഒരു തക്കാളി. എരിവില്ലാത്ത മുളക് പൊടി, അതായത് കാശ്മീരി മുളക് പൊടി 3/4 സ്പൂൺ, പെരിഞ്ജീരകം 1/2 സ്പൂൺ, കുരുമുളക് 3/4 സ്പൂൺ, ഉപ്പ്, മഞ്ഞൾപ്പൊടി, വെളിച്ചെണ്ണ, കടുക്. ഇത്രയും സാധനമാണ് നമുക്ക് വേണ്ടത്. എല്ലാം നമുക്കൊന്ന് കട്ട് ചെയ്ത് വയ്ക്കാം. കട്ട് ചെയ്ത് കൊണ്ടുവരട്ടെ. ഇനി ഒരു പാൻ നമുക്ക് വെച്ചിട്ടുണ്ട്. അതിലേക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണ ചൂടായി കഴിഞ്ഞു. ഞാൻ കടുക് അങ്ങോട്ടിടുകയാണ്. കടുകിട്ടു. കടുകൊന്ന് പൊട്ടിക്കഴിയുമ്പോഴേക്കും നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറുതായി അരിഞ്ഞത് അങ്ങോട്ടിട്ട് കൊടുക്കാം. ഇത് ഒന്നിട്ട് ഇതിൻ്റെ പച്ചമണം മാറിയതിന് ശേഷം നമുക്ക് അടുത്ത ഐറ്റം ഇടാം. അടുത്തത് സവാളയാണ്. സവാള ഇട്ട് കൊടുക്കട്ടെ. സവാള ഇങ്ങനെ ഇട്ട് ഉപ്പൊന്നും ഇടരുത്. ഉപ്പൊന്നും ഇടാതെ കണ്ട് നമ്മളത് വഴറ്റിയെടുക്കണം. എന്ത് നമ്മൾ സവാള അടപ്പത്ത് നമ്മൾ വെച്ച് കഴിഞ്ഞാൽ ലേശം ഉപ്പിട്ടിട്ട് അടച്ച് വെച്ചാൽ പെട്ടെന്ന് വാടി കിട്ടും. പക്ഷേ ഇതിന് ഉപ്പിടാനേ പാടില്ല. ഉപ്പിടാതെ കണ്ട് നമ്മൾ വഴറ്റിയെടുക്കണം. കൂട്ടുകാരെ, എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്തിട്ട് വീഡിയോ കാണണേ. വീഡിയോ മൊത്തം കാണണേ. അത് അടച്ച് വയ്ക്കാം. അടച്ച് വെച്ച് ഒരു 1/2 മിനിറ്റ് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ തുറന്നിട്ട് ഞാൻ ഇളക്കുക. അതിലേക്ക് കറിവേപ്പിലയും പച്ചമുളകും ഇട്ട് കൊടുത്തു. അതൊന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് പാവയ്ക്ക ഇട്ട് കൊടുക്കാം. ഒരു പാവയ്ക്കയാണ്, വലിയൊരു പാവയ്ക്കയായിരുന്നു. അത് അത്രയും കട്ട് ചെയ്തപ്പോൾ അത്രയും കിട്ടിയത്. പാവയ്ക്ക കഴിക്കുന്നതുകൊണ്ട് ഒരുപാട് ഗുണങ്ങളുണ്ട് നമുക്ക്. ശരീരത്തിലെ കൊളസ്ട്രോൾ കുറയും, ഷുഗർ കൺട്രോളാവും, പിന്നെ അമിതമായ വണ്ണം കുറയും. അങ്ങനെയൊക്കെ ഒരുപാട് ഗുണങ്ങളുണ്ട്. അതുകൊണ്ട് എല്ലാവരും ഇതുപോലെ, കയ്പ്പ് കാരണം എല്ലാവരും കഴിക്കാൻ മടിയാണ് പാവയ്ക്ക. പക്ഷേ എങ്കിൽ ഇങ്ങനെ കുക്ക് ചെയ്ത് കഴിച്ചാൽ നമുക്ക് ഇഷ്ടമാവും. ഇവിടെ ആരും അങ്ങനെ പാവയ്ക്ക കഴിക്കലില്ലായിരുന്നു. ചേട്ടൻ കഴിക്കലില്ലായിരുന്നു. പിന്നെ ഇങ്ങനെ ഞാൻ കുക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇപ്പോൾ എവിടെ പാവയ്ക്ക കിട്ടിയാലും ഏട്ടൻ വാങ്ങിക്കൊണ്ട് വരും. ഇഷ്ടമാണ്, ഏട്ടന് ഭയങ്കര ഇഷ്ടമാണ് പാവയ്ക്ക മസാല. അടച്ച് വെച്ചു. ഇതിൽ നമ്മൾ വേറെ ഒന്നും ആഡ് ചെയ്തിട്ടില്ല. അടച്ച് വെച്ച് കുറേ സമയം അടച്ച് വെച്ചിട്ട് ഇടയ്ക്കെടുത്ത് ഒന്ന് തുറന്നിട്ട് ഇളക്കി കൊടുക്കണം. വീഡിയോ എല്ലാം ഫുള്ളും കാണണം കേട്ടോ. എങ്കിൽ മാത്രമേ ഇത് ലാസ്റ്റ് എന്തുകൊണ്ടാണ് ഈ പാവയ്ക്കായ്ക്ക് കയ്പില്ലാതെ നമുക്ക് ഇത്രയും ടേസ്റ്റോടു കൂടി കിട്ടുന്നത് എന്ന് ഞാൻ ലാസ്റ്റ് പറയുന്നതായിരിക്കും. ഈ പാവയ്ക്ക വീണ്ടും അടച്ചു വെച്ചു. ഞാൻ വീണ്ടും തുറന്നത് നന്നായി ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുക്കണം. ഇതിപ്പം പകുതി വേവായിട്ടുണ്ട് പാവയ്ക്ക. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തില്ലെങ്കിൽ നമുക്ക് അടിയിലുള്ള പാവയ്ക്ക വേവുകയും ചെയ്യും, മുകളിലുള്ളത് പച്ചയായിട്ട് അങ്ങനെ ഇരിക്കുകയും ചെയ്യും. വീണ്ടും അടച്ചു വെച്ച് ഇനി നമുക്കതിലേക്ക് മഞ്ഞൾപ്പൊടി, പെരിഞ്ജീരകം പൊടി, ഇതെല്ലാം ഞാൻ ചൂടാക്കിയിട്ട് പൊടിച്ച് വെച്ചേക്കുന്നതാണ്. നന്നായിട്ട് ചൂടാക്കിയിട്ട് പൊടിച്ച് വെച്ചേക്കുന്നതാണ്. മുളക് പൊടി, എരിവില്ലാത്ത മുളക് പൊടിയാണ്. മുളക് പൊടി ഇട്ടു.
ഇനി ഒരു ലേശം ഉപ്പ്, അത് ആ പാവയ്ക്കയിലൊന്നും മുട്ടാതെ നമ്മൾ മസാല ഇട്ടതിൻ്റെ മുകളിലായിട്ടാണ്, അങ്ങനെയാണ് ഇട്ട് കൊടുക്കേണ്ടത്. ഇതെല്ലാം ചൂടാക്കിയ പൊടി ഐറ്റംസ് ആയതുകൊണ്ട് അതിന് പച്ചമണം അധികം ഉണ്ടാകുകയില്ല. ഇതെല്ലാം ഇങ്ങനെ വെച്ചിട്ട് തക്കാളി നമ്മൾ കട്ട് ചെയ്ത് വെച്ചത് അതിൻ്റെ 4 സൈഡിലൂടെ ഇട്ട് കൊടുക്കണം. പാവയ്ക്കായുടെ മുകളിലായിട്ടല്ല, സൈഡിലായിട്ട് ഇങ്ങനെ റൗണ്ടിന് ഇട്ട് കൊടുത്ത് ഞാനൊരു 2 മിനിറ്റ് അടച്ചു വെച്ചു. അതിനുശേഷം തുറന്നിട്ട് ഇതെല്ലാം ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം വീണ്ടും നമുക്ക് അടച്ചു വയ്ക്കാം. ഇങ്ങനെ നമ്മൾ വെള്ളം ഒരു തുള്ളി വെള്ളം പോലും ഈ പാവയ്ക്കയിൽ ചേർക്കുന്നില്ല. ഈ തക്കാളിയുടെ ആ ജ്യൂസ് കൊണ്ടാണ് പാവയ്ക്കയ്ക്ക് വേവുന്നതിന് ആവശ്യമായിട്ടുള്ള വെള്ളം ആ തക്കാളിയിലെ നീരിൽ നിന്നും കിട്ടിക്കോളും. അല്ലാതെ വെള്ളം ഒന്നും ആഡ് ചെയ്യുകയേ ചെയ്യരുത്. അങ്ങനെ വെള്ളം ആഡ് ചെയ്യുമ്പോഴാണ് പാവയ്ക്ക വേകുകയില്ല. വേഗം അതൊരു സുഖമില്ലാത്ത ഒരു ടേസ്റ്റായിരിക്കും അതിന്. കയ്പ്പുണ്ടാവും, നല്ല കയ്പ്പുണ്ടാവും പാവയ്ക്ക വെള്ളം ചേർത്തിട്ട്. ഞാൻ അരിഞ്ഞ് വെള്ളത്തിലിട്ടിട്ടില്ല, ശർക്കര ചേർക്കുന്നില്ല, ഒന്നും ചെയ്യുന്നില്ല. ചില ആളുകൾക്ക് അരിഞ്ഞ് നമ്മൾ വെള്ളത്തിനകത്തിട്ട് വെച്ചേക്കും, എന്നിട്ട് അതിന് ശേഷം പിന്നീട് അത് വാരിയെടുത്തിട്ടാണ് കറി വയ്ക്കുന്നതെന്ന്. ഞാൻ ലേശം ഉപ്പും കൂടി ഇട്ട് കൊടുക്കട്ടെ. നമ്മൾ ആദ്യം കുറച്ച് ഉപ്പേ ഇട്ട് കൊടുത്തിട്ടുള്ളൂ. ആ ഉപ്പ് ഇട്ട് അതിനകത്തേക്ക് നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന കുരുമുളക് പൊടിയാണ് ഇട്ട് കൊടുത്തേക്കുന്നത്. ഇനി അതിന് ശേഷം ഒന്ന് അടച്ച് 1 മിനിറ്റ് കഴിഞ്ഞിട്ട് വീണ്ടും തുറന്ന് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഇങ്ങനെ ഒന്ന് തൂവി കൊടുത്തിട്ട് വീണ്ടും അടച്ചു വെച്ചു. ഒരു 3 മിനിറ്റും കൂടെ വീണ്ടും അടച്ചു വെച്ചതിന് ശേഷം തീരെ തീ കുറച്ചാണ് വെച്ചേക്കുന്നത്. തുറന്ന് ഒന്നും കൂടെ ഇളക്കിയതിന് ശേഷം നമുക്ക് വീണ്ടും ഒന്നും കൂടെ അടച്ചു വെക്കാം. എല്ലാവരും ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. വീഡിയോ ഇഷ്ടപ്പെട്ട കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം. പിന്നെ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കൂട്ടുകാരെ. ഇനി അടുത്തൊരു വീഡിയോയുമായി വരും വരെ ഗുഡ് ബൈ.